Worrying does not take away tomorrow's troubles. It takes away today's peace. Think about it. എപ്പോഴും നമ്മളിങ്ങനെ ആകുലപ്പെട്ട് നാളത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആകുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സമാധാനം മാത്രമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രാത്രി മുഴുവനും ഉണർന്നു കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി തല മുഴുവനും വേഴ്സ്റ്റ് കേസ് തോട്ട്സ് കൊണ്ട് നിറച്ചിട്ട് പിന്നീട് ഒന്നും സംഭവിക്കാതെ പോയ എത്രയോ സിറ്റുവേഷൻസ് ഉണ്ട്. പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷണം അനുസരിച്ചിട്ട് ആളുകൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വറി ചെയ്യുന്ന കാര്യങ്ങളിൽ 91% ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചിന്തിച്ചതുപോലെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മെജോറിറ്റി ആളുകളും അത് ഭയപ്പെടുന്നതിലും കൂടുതൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതായിട്ട് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കും ഒരുപാട് നമ്മളിങ്ങനെ വറി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ബട്ട് ആക്ച്വലി ഇറ്റ് ജസ്റ്റ് റോബ്സ് ഓഫ് യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്. നമ്മുടെ ആ നിമിഷത്തെ സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഒക്കെയാണ് കവർന്നെടുക്കുന്നത്. അപ്പോൾ സൈക്കോളജിയിൽ ഇതിന് പറയുന്നൊരു പേരുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി. നമ്മുടെ ബ്രെയിൻ നമ്മളെ സേഫ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നേരിടാൻ പോകുന്ന പല അപായങ്ങളും മുൻകൂട്ടി ഇമാജിൻ ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൂടെ യു ഡോണ്ട് ഗെയിൻ കൺട്രോൾ ദാറ്റ് വേ, യു ലൂസ് യുവർ കാം. നമ്മൾ ആ നിമിഷത്തിലുള്ള സമാധാനവും സന്തോഷവും നശിപ്പിക്കും എന്നുള്ളതാണ്. നമ്മൾ ക്ലയൻസിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളൊരു വറി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും വരിക, വാട്ട് ഇഫ് ഇറ്റ് ഗോസ് റോങ്, ഇത് തെറ്റായിട്ട് സംഭവിച്ചാൽ എന്തു പറ്റും. അതേസമയം ആ തോട്ട് മാറ്റിയിട്ട് ഒരു വിസ്ഡം ഉള്ളൊരു തോട്ട് പോലെ നമുക്കിതിന് റീവയർ ചെയ്യാൻ പറ്റണം. വാട്ട് ക്യാൻ ഐ ഡു റൈറ്റ് നൗ, എനിക്ക് ഈ നിമിഷം ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഭയം കൊണ്ടിട്ട് നാളെ വരാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെ പരിഹരിക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പക്ഷേ ഈ സമയം ജസ്റ്റ് ബ്രീത്ത്, ഗ്രൗണ്ട് യുവർ സെൽഫ്, ട്രസ്റ്റ് that whatever comes and you will face it from peace and not panic.